എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. ക്ലാസ് ഇങ്ങനെ പോയി വരുമ്പോഴേ നമ്മള് കുറേ കാലം സമ്പത്തിനെ പറ്റി പറഞ്ഞു, അതിന്റെ ടെക്നിക്കുകൾ കുറേ തന്നു, കുറേ പേര് അതൊക്കെ ഉപയോഗിച്ചു. കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നിങ്ങൾ താഴെ യൂട്യൂബിന് താഴെ കമന്റ് ചെയ്യുന്ന കാണാം. നിങ്ങൾ ഇവിടെ ക്ലാസ്സിൽ വന്ന് പറയുന്ന അനുഭവങ്ങളൊക്കെ നമ്മളിപ്പോ തന്നെ എല്ലാ ദിവസവും ക്ലാസ് മാറി മാറി 10, 600, 700 ആൾക്കാർ നമ്മൾ ലൈവായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഇവരൊക്കെ ജീവിതത്തിൽ 90% ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചത്, നമ്മൾ അധികവും പറഞ്ഞത് പണത്തെ പറ്റിയിട്ട് തന്നെയാണ്, പണത്തിന്റെയും അതിന്റെ ടെക്നിക്കുകൾ തന്നെയാണ്. പക്ഷേ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പലപ്പോഴും ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇത് തന്നെയാണ്. പണം ഒരു ഘടകമാണ്, പക്ഷെ അതിന്റെ കൂടെയും മറ്റു ഘടകങ്ങൾ കൂടി മറക്കരുത്. അത് മറക്കാതെ മുന്നോട്ട് പോകണം എന്നുള്ള ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം തയ്യാറാവും അല്ലെ? യെസ്, റെഡി? ക്യാപ്സൂൾ എടുത്ത് കഴിച്ചോളൂ, എന്നിട്ട് നമുക്ക് സംസാരം തുടങ്ങാം. ആദ്യം ക്യാപ്സൂൾ ഞാൻ മറക്കരുത്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഞാൻ നോക്കുമ്പോൾ ആ ക്യാപ്സൂൾ ഇവിടെ വരുന്നുണ്ട്, പക്ഷെ യൂട്യൂബിലൊക്കെ ക്യാപ്സൂൾ ഉപയോഗിക്കുന്നത് വളരെ കുറഞ്ഞു വരുന്നുണ്ട്. കാരണം സമയമില്ലാന്ന് തോന്നുന്ന ആൾക്കാർക്ക്. അതുകൊണ്ട് ക്യാപ്സൂളുകൾ പെട്ടെന്ന് പോരട്ടെ, എന്ന് കഴിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ എനർജി അല്ലേ. ഞാനും വരുമ്പോ തന്നെ നിങ്ങൾക്ക് ഒരു നേരത്തെ പറഞ്ഞ പോലെ എന്റെ വന്നാൽ നിങ്ങൾക്ക് ആ എനർജി കിട്ടില്ല എന്ന് പറയുന്നത് ബിക്കോസ് ഞാൻ വരുമ്പോൾ നിങ്ങൾ എന്തോ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ആ എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിന് തയ്യാറായിരിക്കണം അല്ലേ? അല്ലാതെ എനർജി ഫീൽ ചെയ്യില്ലല്ലോ. അപ്പൊ നിങ്ങൾ സന്തോഷത്തോടു കൂടി എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ, സന്തോഷത്തോടു കൂടി നിങ്ങളുടെ ആ എനർജി എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇത് ഞാൻ നൽകുന്ന കാര്യങ്ങൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എടുക്കാൻ പറ്റുള്ളൂ. അതിന് നാളെ മുതൽ ഇന്നു മുതൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. പലപ്പോഴും പല ആൾക്കാരും പറഞ്ഞിട്ട് ക്ലാസ് എടുത്ത് മണിക്കൂറുകൾക്കകത്ത് റിസൾട്ട് കിട്ടിയ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ അകത്ത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിന് വേറൊന്നുമല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്ത് മാറ്റം ഉണ്ടാവണമെങ്കിലും സ്വീകരിക്കാൻ തയ്യാറായ ഒരു മനസ്സ് നമുക്ക് വേണം. അതിനെ സ്വീകരിക്കാൻ തയ്യാറായ തുറന്ന മനസ്സുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ഈ സാധനം കയറി ചെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നേരെ പറഞ്ഞ പോലെ മറ്റൊരു കാര്യത്തിൽ പറഞ്ഞാൽ മാസ്റ്റർ മൈൻഡ്, എന്റെ മനസ്സിനെ മാസ്റ്റർ ആക്കി നിർത്തുക. അത് മാസ്റ്റർ എന്ന് വെച്ചാൽ ഞാൻ അതിന് വിധേയനായി നിൽക്കുമ്പോൾ, നമുക്ക് പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നുമില്ല, മൈൻഡ് എന്തും എങ്ങനെ വേണമെങ്കിൽ ശ്രദ്ധിച്ചോട്ടെ എന്ന് വിധേയത്വത്തോട് നിൽക്കുമ്പോൾ നമ്മുടെ ലൈഫ് മാറും. ഇതാണ് ഇതിന്റെ യഥാർത്ഥ തത്വം. അതുകൊണ്ടാണ് നിങ്ങൾ ഹാപ്പി ആൻഡ് റെഡി ആവുമെന്ന് പറയുന്നത്. ഹാപ്പി എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മളെ സെറിട്ടോൺ ഹോർമോൺസ് നമുക്ക് ട്രിഗർ ചെയ്യും. അപ്പൊ നമ്മുടെ ശരീരം മുഴുവൻ എനർജറ്റിക് ആവും. ആ എനർജിയാണ് നിങ്ങൾ എവിടെ നിന്ന് എത്തിക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾ സന്തോഷം ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ വന്നിട്ട് ഇങ്ങനെ ഉണങ്ങിയ മുഖത്തോട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും വർക്ക് ചെയ്യില്ല. ഇതേ ടെക്നിക്ക് ഞാൻ ഒരു ഉഷാറും ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യില്ല. അപ്പൊ നമ്മൾ ഡെലിവർ ചെയ്യുന്ന രീതിയാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് മനസ്സിലാകുന്നത്. അത് കീപ്പപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ച പോരാ, നിങ്ങൾ എനിക്ക് നൽകുന്നതും കൂടി വേണം അല്ലെ? നിങ്ങൾ എന്നോട് കാണിക്കുന്നതും എന്നോട് സംസാരിക്കുന്നതും എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഏത് രൂപത്തിൽ ഇരിക്കുന്നു എന്നൊക്കെ അനുസരിച്ചൊക്കെ ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഞാൻ ആദ്യകാലത്തൊക്കെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എന്നെ മാത്രം കണ്ടുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത്, മറ്റാരും കാണൂല, എന്നെ കാണും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ള പൂർണ്ണ ബോധം, ഞാൻ ചിരിക്കണം എന്നാലേ എനിക്ക് സന്തോഷമാവുള്ളൂ, അതുകൊണ്ട് ഞാൻ ചിരിക്കുന്നു. പക്ഷെ ഇപ്പോ നമ്മൾ നിങ്ങളെയൊക്കെ സ്ക്രീനിൽ കാണാൻ, കൂടുതൽ ആൾക്കാരെ കാണാൻ തുടങ്ങുമ്പോൾ സ്ക്രീൻ ചെറുതാകുമ്പോൾ ഞാനും എന്നെ ചെറുതാക്കി വെക്കുന്നു. അപ്പൊ എന്നെ കാണുന്നത് കുറവാണ്. അപ്പൊ ഇനിയിപ്പോ നിങ്ങളുടെ മുഖത്തുള്ള പുഞ്ചിരിയാണ് എന്റെ മുഖത്ത് പ്രതിഫലിക്കുന്നതെന്ന് മറക്കാതിരിക്കണം. ഓരോ ആളും നിങ്ങളുടെ മുഖത്തുള്ള പുഞ്ചിരിയാണ് എന്റെ ഈ മുഖത്ത് കാണുന്നത്. അപ്പൊ ഞാനിവിടെ പുഞ്ചിരിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം സഫിയ ഇപ്പൊ അവിടെ ഇരിക്കുന്ന പോലെ ആയിരിക്കും, ഉണ്ടാതെ സൈലന്റ്. അപ്പൊ വന്നു കണ്ടാ, സാറിന് എങ്ങനെ കാണാൻ സഫിയക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പൊ പുഞ്ചിരിക്കണം, എപ്പോഴും പുഞ്ചിരിക്കണം. പുഞ്ചിരിച്ചാൽ മാത്രമാണ് സാറിന്റെ മുഖത്ത് കാണാൻ പറ്റും. നിങ്ങളുടെ മനസ്സിന്റെ കണ്ണാടി എവിടെയുള്ളത് എന്ന് പറഞ്ഞു നോക്കിയേ, ടൈപ്പ് ചെയ്ത് നോക്കിയേ. ഇപ്പൊ ഈ പറഞ്ഞപ്പോ നിങ്ങളുടെ മനസ്സിന്റെ കണ്ണാടി എവിടെയുള്ളത്? ടൈപ്പ് ചെയ്തൊന്ന് പേരൊന്ന് ടൈപ്പ് ചെയ്ത് എവിടെയുള്ളത് അല്ലേ? നിങ്ങളുടെ മനസ്സിന്റെ കണ്ണാടി എന്റെ മുഖത്തുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ എവിടെയും കണ്ണാടി നോക്കാൻ പോണ്ട, എന്റെ മുഖത്ത് നോക്കിയാൽ മതി. എന്റെ മുഖം പുഞ്ചിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളും പുഞ്ചിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ശരി, കറക്റ്റ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് ഹാപ്പി ന്യൂസ് പറയാനുള്ളവർ ആദ്യം ക്ഷണിക്കാം. അപ്പൊ ചിരിച്ച മുഖത്തോടു കൂടി, നല്ല പുഞ്ചിരിച്ച മുഖത്ത് പറഞ്ഞോ. ഹാപ്പി ആയ ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങിക്കൊള്ളൂ. പെട്ടെന്ന് പോണം, നമുക്ക് മെഡിറ്റേഷൻ ഉണ്ട്. 1 മിനിറ്റ് മ്യൂട്ട്. ബീന പ്രമോദ് പറഞ്ഞോ. എനിക്ക് ഒരു ദിവസം 2 ദിവസം ലോട്ടറി അടിച്ചു. ഒരു ദിവസം 200 രൂപ. എന്നാൽ എനിക്കതൊരു വലിയ സന്തോഷമാണ് സർ. കാരണം ആദ്യമായിട്ടല്ലേ. പിന്നെ അത് പൈസ വാങ്ങുമ്പോൾ ഒരു ടിക്കറ്റും കൂടി എടുത്ത് അതിലൊരു 100 രൂപ കിട്ടി. എന്തായാലും അടിച്ചു, എന്തായാലും എന്തോ ഒന്ന് വരുന്നുണ്ട്.
വരുന്നുണ്ട്. ഞാൻ പിന്നെ കാത്തിരിപ്പിലാണ് സർ. ആ എനിക്ക് സാറിന് വലുത് വിശ്വാസമാണ്. വരാൻ വലുത് വരാനുള്ള ചെറിയ കാത്തിരിപ്പിലാണ്. പക്ഷെ ചെറുത് വന്ന് അതെ. കാണിച്ചു തന്നതേ വരുന്നുണ്ട് കേട്ടോ, അല്ലെ? മഴ വരുന്നതിന് മുമ്പ് ചെറിയ ആ ചക്ക വരുന്നത് പോലെ അതെ. വരും വലിയ മഴ വരുന്നത്. ഞാൻ ആ പ്രതീക്ഷയിൽ തന്നെയാണ്. തീർച്ചയായിട്ടും സന്തോഷത്തോടെ ഞാൻ ഞാൻ പിന്നെ വെയിറ്റ് അല്ലാണ്ട് ചെയ്തിരിക്കുന്നു. കുറെ മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. മൈഗ്രെയിൻ മാറി. എനിക്ക് തലവേദന വരുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്, അതൊക്കെ മാറി. ആ പിന്നെ അങ്ങനെ ജീവിതത്തിൽ കുറെ ഡെയിലി അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കുറെ മാറ്റം ഉണ്ടായി. ഉം ഉം ഉം. എങ്ങനെയായിരിക്കും ബീന എന്റെ മാറ്റം ഒരു ഉണ്ടായിട്ടുണ്ടാവുക? എന്തുകൊണ്ടായിരിക്കും ബീന മാറ്റം ഉണ്ടായി? എന്തെങ്കിലും മരുന്ന് പോലും കഴിക്കാതെ മാറ്റം ഉണ്ടാകാൻ കാരണം എന്തായിരിക്കും? എന്ത് മാറിയത് കൊണ്ടായിരിക്കും? എന്റെ എന്താ പറയാ, എന്റെ മൈൻഡ് സെറ്റ് മാറിയതുകൊണ്ട്. മൈൻഡ് സെറ്റ് മാറിയുണ്ട് അല്ലെ? ചിന്താരീതികൾ മാറി, ആ മുമ്പേ കണ്ട ആ കാഴ്ചപ്പാടുകൾ മാറി അല്ലേ? ചില കാര്യങ്ങൾ അതെ. ആ, ചില കാര്യങ്ങൾ നമ്മൾ മുമ്പേ കണ്ടതിനെ ഇപ്പൊ ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷം, അല്ലെ? നിങ്ങൾ ഏതൊക്കെ ക്ലാസ്? ട്യൂൺ യുവർ മൈൻഡ് സെറ്റ്, ജേർണി ടു ഹാപ്പിനെസ്, ഹിപ്നോസിസ്, ലോ ഓഫ് അട്രാക്ഷൻ, അല്ലെ? ഇതൊക്കെ കടന്നു വരുമ്പോ നമ്മുടെ ചിന്താഗതി മാറി, കാഴ്ചപ്പാട് മാറി, കാര്യത്തെ കാണുന്ന രീതി മാറിയപ്പോഴാണ് മാറ്റം ഉണ്ടായത് അല്ലേ? അതെ. ഓക്കെ, അടുത്ത ആള് പറഞ്ഞു, ലതാകുമാരി പറഞ്ഞു. താങ്ക് യു ലതാകുമാരി പറഞ്ഞു. താങ്ക് യു സർ. ഇല്ലേ, വെറുതെ അഡ്മിറ്റ് ചെയ്താണോ? പ്രേംസുദാന്തം സാറേ പറയാം. ഞാൻ പറയട്ടെ സാറേ. പറഞ്ഞു. സാറേ, ഇന്ന് എനിക്ക് വീട്ടില് കാർഡ് വായിക്കുന്ന സമയത്ത് എന്റെ നെറ്റ് കട്ടായി പോയി. ഉം, അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ക്ലാസ്സിൽ കയറുക എന്ന് പറഞ്ഞ് ഞാൻ ഇത് എഴുതി. എനിക്ക് നെറ്റ് കണക്ഷൻ കിട്ടിയതിന് നന്ദി എന്നും പറഞ്ഞ് ഞാൻ കുറെ പ്രാവശ്യം എഴുതി. പിന്നെ IR5 സിറ്റുവേഷൻ എഴുതിക്കൊണ്ടിരുന്നു. 8 മണിയാകുമ്പോൾ എനിക്ക് നെറ്റ് കിട്ടുന്നു. ഞാനൊരു വീട്ടിന്റെ അടുത്തുള്ളൊരു കുട്ടിയോട് പറഞ്ഞിരുന്നു, എൻ്റെ ഫോണിൽ നെറ്റ് ഇല്ലാത്തതുകൊണ്ട് ഫോണിൽ നിന്ന് കയറ്റാൻ പറ്റുന്നില്ല. അപ്പൊ ആ കുട്ടിയോട് പറയുമ്പോൾ ഞാൻ കയറ്റാ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് നെറ്റ് കിട്ടിയിട്ടാകുമ്പം കുട്ടി പിന്നെ ആക്കിയതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ കുട്ടിയോട് താങ്ക് യു പറഞ്ഞു. അപ്പൊ ഇപ്പൊ വന്നിട്ട് ക്ലാസ് തുടങ്ങുന്ന സമയത്താണ് കുട്ടി വന്നിട്ട് എന്നെ വിളിച്ചത്. പിന്നെ പ്രേമിച്ച് എന്തിനാ എനിക്ക് താങ്ക് യു അയച്ചത്, ഞാൻ നെറ്റ് കയറ്റിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എന്നോട് പറഞ്ഞു നീ കയറ്റിന്ന് വിചാരിച്ചു, എനിക്ക് ക്ലാസ് കിട്ടുകയും ചെയ്യുന്നുണ്ട് ഇപ്പം. ഏതായാലും പിന്നെ കയറ്റിയത് ആരായാലും എനിക്ക് നെറ്റ് കിട്ടിയതിൽ വളരെ സന്തോഷം, നന്ദി 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 പറഞ്ഞു. എങ്ങനെയാന്ന് ആരാന്ന് ചെയ്തിനുള്ളത് എനിക്കറിയില്ല. ഇപ്പോഴും വീട്ടിലേക്ക് കാർഡ് വായിക്കുന്ന സമയത്ത് നെറ്റ് വയറ് കട്ടായി പോയതാന്ന്. ഇനി അവര് നാളെ വന്നാലേ അത് ശരിയാക്കായിട്ട് കിട്ടൂലൂ എന്നാ പറഞ്ഞെ. അപ്പൊ വീട്ടിലെ വൈഫൈ അല്ലേ? വൈഫൈന്റെ ഇപ്പൊ ശരിയായി. ഇപ്പൊ ശരിയായി. വൈഫൈ കിട്ടിയില്ല. എന്റെ ഫോണില് നെറ്റിന്റെ ഫോണിൽ നെറ്റ് വന്നു. ചാർജ് കയറ്റിയിട്ടുണ്ട്. ആരാന്നൊന്നും അറിയില്ല. ഓ വെരി ഗുഡ്. ക്ലാസ്സിൽ കയറാൻ പറ്റിയല്ലോ, സന്തോഷം. കയറാൻ പറ്റിയ തന്നെ സന്തോഷം. താങ്ക് യു സർ. നല്ല കാര്യം. ഓക്കെ വെരി ഗുഡ്. അല്ല, ഇത്തരം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മളെ മനസ്സിലെ ഉണ്ടാക്കുന്ന മാറ്റത്തെയാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ വൈബ്രേഷൻ മാറുക. നമ്മൾ ചെറിയ സന്തോഷം കിട്ടുമ്പോൾ നമ്മൾ അകത്ത് ഒളിപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ വലുത് വരുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അത് ചെറിയ സന്തോഷമായിട്ടും അനുഭവിക്കണം, അതറിയണം. എന്താ ടീച്ചറെ പേരൊക്കെ മാറ്റിയിട്ട് 1 2 3 4 ഉണ്ടാക്കിയത്? ടീച്ചർ പേരൊക്കെ മാറ്റിയല്ലോ. ഓക്കെ, ഇനി ആരും ഇല്ലല്ലോ. രതി എന്തോ പറയാൻ വരുന്നുണ്ടോ? ആ സാറേ, ഞാൻ സാറ് ഒരു ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ടായില്ലേ, റൗണ്ട് ഇട്ടിട്ട് ഡിവൈൻ ഫൈൻ. അത് ഞാൻ 20 ദിവസം ഇപ്പൊ എഴുതി. സാലറി കയറി കേട്ടോ. ഗവൺമെന്റ് മാർച്ച് തൊട്ട് കിടക്കണതാ. മാർച്ച് തൊട്ടിട്ട് ഗവൺമെന്റ് സാലറി തന്നിട്ടില്ലേ. അപ്പൊ അത് ഞങ്ങൾ ടെമ്പററി പോലെ വർക്ക് ചെയ്യണ കാരണം എപ്പോഴെങ്കിലൊക്കെ കാശ് വരുമ്പോഴേ തരുള്ളൂ. അപ്പൊ കാശ് ഇപ്പൊ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് തരാണ്ടായിട്ട് കുറേ. ഇപ്പൊ വിഷുവിന് കിട്ടുമെന്ന് വിചാരിച്ചു, ഓണത്തിന് കിട്ടുമെന്ന് വിചാരിച്ചു, ദീപാവലിക്ക് കിട്ടുമെന്ന് വിചാരിച്ചു, തന്നില്ല. ഞാനിപ്പോ ഇത് 21 ദിവസം എഴുതി. 20 ദിവസം കഴിഞ്ഞു. എനിക്ക് മിനിഞ്ഞാന്ന് കാശ് കയറി. എത്ര മാസത്തെ? 18,000 രൂപ കയറിയിട്ടുള്ളൂ. അത് കണക്കൊന്നും നോക്കിയിട്ടില്ല. 18,000 രൂപ കയറിയിട്ടുള്ളൂ. ശരി. എന്നാലും പക്ഷെ അത് അങ്ങനെയൊന്നും കിട്ടില്ല. ഇപ്പോഴത്തെ ഗവൺമെന്റിൽ അതൊന്നും കിട്ടാൻ സാധ്യത ഇപ്പൊ കുറവായിരുന്നു. പക്ഷെ എന്തോ അങ്ങോട്ട് അതെനിക്ക് ഇലക്ഷൻ ഗവൺമെന്റ് വരില്ല. അങ്ങോട്ട് ലോണായിട്ട് കൊടുക്കുന്നത് വാങ്ങിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. സാലറി അങ്ങനെ ഭയങ്കര എനിക്കത് കാരണം ജോലി ചെയ്യാണ്ടാണ് ഞാൻ രാജസ്ഥാനിലേക്ക് പോയത്. എന്താന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുമ്പോ അവർ എന്നെ എന്തായാലും വിളിക്കും. എക്സൈസിലാണ്. അപ്പൊ അവരെന്തായാലും എന്നെ നിർബന്ധമായി വിളിക്കുമ്പോ എനിക്ക് പറ്റില്ല എന്ന് പറയാനും ഭയങ്കര വിഷമായിരുന്നു.
കാരണം കാശില്ല. നമ്മള് 10 മാസമൊക്കെ പണിതിട്ട് പൈസ ഇല്ലാണ്ടിരിക്കുമ്പോ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ലല്ലോ. എങ്ങനെയുണ്ട് ഇപ്പൊ രാജസ്ഥാനില്? രാജസ്ഥാനിൽ നിന്ന് ഞാൻ തിരിച്ചു പോന്നു. തിരിച്ചു വന്നോ? ആ അവിടെ സെറ്റ് ആയില്ല? അസുഖം അസുഖം കുറഞ്ഞപ്പോ അവിടെ പക്ഷെ ചൂടും തണുപ്പും ഭയങ്കര തണുപ്പാ. അതൊന്നും എനിക്ക് പറ്റില്ല. ചിലപ്പോ അസുഖം കൂടുകയാണ് ചെയ്യണം. അപ്പൊ അങ്ങനെ പോന്നു തിരിച്ച്. ഇപ്പൊ വീണ്ടും എക്സസൈസിൽ തന്നെ പോയി. ഓക്കെ, എന്തായാലും നടക്കട്ടെ. ഒന്നുകൂടി ശ്രമിച്ചു നോക്കൂ. ഇതിനേക്കാളും നല്ല ജോലിയൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. ഞാൻ ബിസിനസ് ഇപ്പൊ 2 ചെയ്തു, നമ്മൾ അടച്ചല്ലോ. ഞാൻ സൂപ്പർ മാർക്കറ്റ് ഇട്ടത് അടച്ചു. പക്ഷെ ഇനിയിപ്പോ എന്തെങ്കിലും ഒരു ചെറുതായി തുടങ്ങി വെക്കണമെന്നുണ്ട്. അല്ലാണ്ട് ജോലി ഇപ്പൊ ഈ വെള്ളത്തിൽ ഇറങ്ങരുതെന്നാണ് ഡോക്ടർ പറയുന്നത്. ഇപ്പൊ അവിടെ 6 മണിക്കൂർ കണ്ടിന്യൂ വെള്ളത്തിൽ ഇറങ്ങിയോണ്ടാണ്, സ്വിമ്മിങ് അല്ലേ, അപ്പൊ വെള്ളത്തിൽ ഇറങ്ങിയോണ്ടാണ് എനിക്ക് ഇത്ര വലിയ അസുഖം വന്നതെന്നാണ് പറയുന്നത്. പ്രായം വ്യത്യാസം ഉണ്ടല്ലോ, അപ്പൊ ഷുഗർ ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വരുന്നത്. അത് നമ്മൾ 1 to 1 സംസാരിച്ചിരുന്നോ? ഇല്ല, എന്നോട് സാറ് സംസാരിക്കാന്ന് പറഞ്ഞു. ട്യൂൺ ടു മൈൻഡിൽ കയറാൻ പറഞ്ഞു. ഞാൻ അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. കണ്ടില്ലല്ലോ ക്ലാസ്സില്? ഉണ്ട് ഇല്ല. ഞാൻ 21 ദിവസം ക്ലാസ് കയറിയിട്ടുണ്ടായിരുന്നു. അത് ഡെയിലി പ്രാക്ടീസ് ഉണ്ടേ. പ്രാക്ടീസ് ഞാൻ ഇവിടെ അങ്ങനെ ചെയ്തു. ഓക്കെ, സംസാരിക്കാം. ക്ലാസ്സിൽ സംസാരിക്കാം കുറച്ച് കാര്യങ്ങൾ. ഓക്കെ താങ്ക് യു സാർ. ഓക്കെ, വേറെ ആരില്ലല്ലോ? താങ്ക് യു. തുടങ്ങാമോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യത്തിൽ തന്നെ എത്ര പേർക്ക് അത് ഇന്നലെ പറഞ്ഞതിന്റെ കൃത്യമായ കാര്യം മനസ്സിലാക്കി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ ഇല്ലാത്തവരുണ്ടാവും. ഇന്നലെ പെയ്ഡ് സെഷനിലായിരുന്നു. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. അത് പോകുമ്പോൾ ആദ്യമായിട്ട് ചോദിക്കട്ടെ, ഇന്നിപ്പോ ഇവിടെ പങ്കെടുക്കുന്ന ആൾക്കാരിൽ എത്ര പേര് കേരളത്തിൽ നിന്നുണ്ട്, എത്ര പേര് കേരളത്തിൽ നിന്ന് പുറത്തുണ്ട് എന്നൊന്ന് ടൈപ്പ് ചെയ്യാം. കേരളത്തിലുള്ളവരും കേരളത്തിന് പുറത്തുള്ളവരും എത്ര പേരാണ് ടൈപ്പ് ചെയ്ത്? നിങ്ങളെ സ്വദേശം, നിങ്ങൾ ഇപ്പോൾ ഉള്ള സ്ഥലത്തിന്റെ പേരൊന്ന് ടൈപ്പ് ചെയ്തോ കേട്ടോ. ഒന്ന് അറിയാൻ വേണ്ടി ഏത് ഭാഗത്തു നിന്നാണ് നിങ്ങളെ കഥ ഉള്ളത് നോക്കട്ടെ. നിങ്ങളത് ഏതാണോ നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഏതാണെന്ന് ടൈപ്പ് ചെയ്താണ്. ഡിസ്ട്രിക്ട് ടൈപ്പ് ചെയ്ത്. അപ്പോൾ പലരും ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും പങ്കെടുക്കുന്നുണ്ട്. സമയമൊക്കെ വ്യത്യാസപ്പെടുമ്പോഴും കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിൽ നിന്ന് പല ഭാഗങ്ങളിലും, ഗൾഫിൽ നിന്നും, ബഹ്റിൽ നിന്നും, ഖത്തറിൽ നിന്നും, കുവൈറ്റിൽ നിന്നും, അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ നിന്നും, UK നിന്നും, കാനഡയിൽ നിന്നും, ഇറ്റലിയിൽ നിന്നും ഒക്കെ ആൾക്കാർ, ഇത്രയും നമ്മുടെ ഇസ്രായേലിൽ നിന്നും, അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ പങ്കെടുക്കുന്നു. പക്ഷേ ഇവിടെയൊക്കെ എല്ലാവരുടെയും അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്, എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒന്ന് തന്നെയാണ്. എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത്, നമ്മൾക്ക് എന്തോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം, ഇപ്പോഴുള്ള ജീവിതത്തിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാവണം എന്നാണ് മിക്ക ആൾക്കാരും ആഗ്രഹിക്കുന്നത്. അതെ, ഇനി പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ആരോഗ്യമുള്ളവനായാലും ആരോഗ്യമില്ലാത്തവനായാലും എല്ലാവരും മനുഷ്യ സഹജമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് നിലവിലുള്ളതിൽ മാറ്റം ഉണ്ടാവണം. ഓൾവേസ് മനുഷ്യൻ അങ്ങനെയാണ്. ഇവല്യൂഷൻ എന്ന് പറയും. മനുഷ്യൻ എപ്പോഴും മാറ്റത്തിന് വിധേയനായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ജനസിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ നിങ്ങളും ഞാനും ഒക്കെ നിത്യവും മാറ്റത്തിന് വേണ്ടി അല്ലെങ്കിൽ മാറ്റത്തിന് വേണ്ടി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്, മാറ്റത്തെ പറ്റിയിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇന്ന് എന്നോട് ജിഷ മനോജ് പറയുകയുണ്ടായി, കുറെ കാലങ്ങളായി നമ്മൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്, പലവട്ടം ശ്രമിച്ചതാണ് മാറാനായിട്ട്, മാറ്റം ഉണ്ടാവണം. പക്ഷെ എവിടെയോ ഒരു സാധനം നമ്മളെ പിടിച്ചു നിർത്തുന്നു. എന്റെ ജീവിതം എനിക്ക് മാറ്റിമറിച്ചേ മതിയാകൂ എന്ന് അത്രയും ആകാംക്ഷയാണ്, അത്രയും എന്താ പറയാ, തീവ്രമായിട്ടുള്ള ആഗ്രഹത്തോടെ ആണ് പലരും വലിയ വലിയ കോഴ്സുകളൊക്കെ എടുത്ത് എൻ്റെ അടുത്ത് വരാറുള്ളത്. ചെറുതും വലുതും ഒക്കെ എടുത്തിട്ട് കോഴ്സുകൾ എടുത്ത്. അത് നിങ്ങളെല്ലാവരും, ഒരാളെ എന്നല്ല എല്ലാവരും ഒരുപാട് അതിനുവേണ്ടി അധ്വാനിക്കുന്നുണ്ട്, ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കോഴ്സുകൾ ചെയ്യുന്നുണ്ട്, പല ഗുരുക്കന്മാരുടെ അടുത്ത് പോകുന്നുണ്ട്, പല മാസ്റ്റേഴ്സിന്റെ അടുത്ത് പോകുന്നുണ്ട്, ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ മാറ്റം സാധിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത്? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ലളിതമായിട്ട് ഉദാഹരണം പറയും. മാറാനായിട്ട് കുറേ പ്രവർത്തനം, ക്ലാസ്സുകളെല്ലാം പഠിക്കുന്നു, എല്ലാം മനസ്സിലാക്കുന്നു, അത് പഠിപ്പിച്ചു കൊടുക്കാനും പറ്റുന്നു, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും പറ്റുന്നു, നമ്മൾ ചോദിച്ചാൽ പറയാനും പറ്റുന്നു, ഒക്കെ പറ്റുന്നു. പക്ഷെ ജീവിതത്തിലേക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? എന്താണ് യഥാർത്ഥ പ്രശ്നം? എത്ര ശ്രമിച്ചിട്ടും അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റാത്തതിന്റെ യഥാർത്ഥ കാരണം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദ്യമുണ്ടോ? എങ്കിൽ നമുക്ക് മുമ്പോട്ട് പറഞ്ഞു പോകാം. ഇത് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള, നിങ്ങളിപ്പോ കുറെ കാലങ്ങളായിട്ട് എന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരായതുകൊണ്ട്
കുറച്ചും കൂടി ഡീപ്പായിട്ട് പറഞ്ഞു പോകേണ്ട യഥാർത്ഥ കാര്യമാണ്. കാരണം നമ്മൾ പ്രവർത്തിക്കാത്തതാണോ എന്ന് ചോദിച്ചാൽ അല്ല, പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തിക്കുന്നതും നമ്മുടെ മാനസികമായ അവസ്ഥയും തമ്മിൽ ഒന്നിച്ചു പോകുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം. അഫർമേഷൻസുകൾ എഴുതുമ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോഴും ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഹീലിംഗിലേക്ക് വന്നിരിക്കുമ്പോഴും ഒക്കെ നമ്മുടെ മാനസികമായ അവസ്ഥയിൽ മാറ്റം വന്നിട്ടുണ്ടോ? എവിടെയോ ഒരു ഫിൽട്ടർ നമ്മൾ വെച്ചിട്ടില്ലേ, എന്നെ കൊണ്ട് ഇത് പറ്റില്ല, ഞാനിത് ചെയ്യണം. ഒന്നുകിൽ ഈഗോന്റെ ഫിൽട്ടർ ആവാം, അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന സഹജബോധത്തിന്റെ ഫിൽട്ടർ ആവാം, മാലിന്യത്തിന്റെ ഫിൽട്ടർ ആവാം, അല്ലെങ്കിൽ കുറച്ചും കൂടി മാലിന്യത്തിന്റെ അടുത്ത തലമായ ഈഗോയിന്റെ ആവാം. കാരണം ഞാൻ അതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, എനിക്കിതൊക്കെ അറിയാം എന്നുള്ള തോന്നലുള്ള ആൾക്കാരുമുണ്ട്. രണ്ടുമുണ്ട്, ഇല്ലാന്നല്ല. അല്ലെങ്കിൽ അവര് വീണ്ടും എത്ര മനസ്സിലാക്കിയാലും അവർ പറയും എന്റെ ചുറ്റുവട്ടം അത് സമ്മതിക്കുന്നില്ല, രാത്രി വീട്ടിൽ റൂമിൽ ലൈറ്റ് ഇടാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല, 5 മണിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല, കാരണം 5 മണിക്ക് വീട്ടിൽ ലൈറ്റ് ഇടാൻ പെർമിഷൻ ഇല്ല. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഇതൊക്കെ വളരെ ലളിതമായി ഞാൻ പറയുന്നു, പക്ഷെ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതാണെന്ന് എനിക്കറിയാം. ഓഫീസിൽ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തുമ്പോഴേക്ക് ലേറ്റ് ആയി പോകുന്നു, ഞാൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നു, ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെയുള്ള കുറേ ന്യായങ്ങൾ നമ്മൾ പറഞ്ഞു കൊണ്ടുപോകും. ഇനി അതേ സമയത്ത് തന്നെ ഇപ്പൊ 5 മണിക്ക് എഴുന്നേൽക്കുക. ഇപ്പൊ ഞാൻ എൻ്റെ ഉദാഹരണം പറയാം. ഞാനിപ്പോ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ദിവസം യാത്രയിലായും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് എൻ്റെ ബയോളജിക്കൽ ക്ലോക്ക് കുറച്ച് ഓഫീസിൽ നല്ല തിരക്കിലായി എന്നുള്ള എക്സ്പ്ലനേഷൻ അല്ല, യഥാർത്ഥത്തിലുള്ള ഒരു തിരക്കൊക്കെ വന്നപ്പോൾ ഞാൻ ഉറങ്ങുന്ന സമയം കുറച്ച് ലേറ്റ് ആയി പോകും. ഇപ്പൊ രാവിലെ എഴുന്നേക്കുന്ന യോഗയുടെ 3:30 മണിക്ക് ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല ഉറങ്ങിപ്പോകും. പിന്നെ AC ഒക്കെ ഇട്ടിട്ട് അവർ കിടന്നു. അപ്പൊ എനിക്ക് AC നല്ല ഉറക്കാണ്, AC കയറി കിടന്നത്. അപ്പൊ 3:30 മണിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ആ എഴുന്നേക്കാൻ പറ്റാതെ ഇരുന്ന് ഞാൻ കിടന്നുറങ്ങിയിട്ട് ഞാൻ എഴുന്നേറ്റ് പറയാണ്, അയ്യോ ഞാൻ എഴുന്നേക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ എന്തോ ഒരു സാധനം എന്നെ പിടിച്ച് നിർത്തുന്നു, എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു പോകുന്നു. ഞാൻ ഉദാഹരണമായി പറഞ്ഞു എന്ന് പറഞ്ഞു പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ എഴുന്നേക്കാത്തതിന്റെ പ്രധാന കാരണം എനിക്കറിയാം. പ്രധാന കാരണം എന്ന് പറയുന്നത് യോഗ നാളെയും ചെയ്യാം. ഇപ്പൊ ഈ ബാലൻസ് ചെയ്തതിൽ ആരോഗ്യ വിഷയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിനെ എസ്കേപ്പ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ഞാൻ ചാടി ഇരുന്നിട്ട് കേട്ടോ. കാരണം അത് ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്. ഇനിയിപ്പോ ആലോചിച്ച് നോക്കട്ടെ, നാളെ രാവിലെ യോഗ മാഷ് പറയാണ്, സാറേ ഞാൻ രാവിലെ ഉണ്ടാവില്ല കേട്ടോ, സാറ് 3-3:30 മണിക്ക് ഒന്ന് ഹാൻഡിൽ ചെയ്തോണെന്ന് പറഞ്ഞാൽ ഞാൻ ഉറക്കത്തിന് ഇരിക്കുവോ, അല്ല ഞാൻ നിങ്ങൾ ആരും വരണ്ട, ഞാൻ ഉറങ്ങുമെന്ന് വിചാരിക്കുമോ, അല്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വരുമോ? ഞാൻ എന്നെ തന്നെ ഉദാഹരണം എടുത്ത് പറയാണ്. എന്തായിരിക്കും ഞാൻ ചെയ്യുക? ഒന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ. ഞാൻ ആ സാറില്ല, നിങ്ങൾ ക്ലാസ് ഇല്ല, നിങ്ങൾ ആരും വരണം, കിടന്നുറങ്ങിക്കോളൂ എന്ന് പറയുമോ, അല്ല ഞാൻ രാവിലെ 3:30 മണിക്ക് എഴുന്നിട്ട് നിങ്ങൾക്ക് ലിങ്ക് ഇട്ട് വന്നിട്ട് ക്ലാസ് എടുക്കുമോ? എന്തായിരിക്കും ചെയ്യുക? ഞാൻ വരും അല്ലേ? തീർച്ചയായിട്ടും വരും. കാരണം ഇതാണ് തീവ്രമായിട്ടുള്ള നമ്മളുടെ ആഗ്രഹം എന്ന് പറയുന്നത്. വരുന്നതിനൊരു തീവ്രതയുണ്ട്. കാരണം പിന്നെ ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങാൻ നമുക്ക് പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വേറെ ഒന്നുമില്ല. നമ്മൾ ആ കാര്യത്തെ അതിയായി നമ്മളിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ മാത്രം സംഭവിക്കുന്നത്. അതായത് നമ്മുടെ മാനസിക തലവും നമ്മുടെ ശാരീരിക തലവും നമ്മൾക്കാവേണ്ട തലവും ഒന്നായി തീരണം. ഇത് തീരാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയങ്ങൾ. ഇത് നമ്മൾക്ക് എത്തേണ്ടതിനെ പറ്റിയിട്ട് ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, SLC പഠിക്കുന്ന ഒരു കുട്ടി കിടന്ന് ഉറങ്ങിക്കഴിയുന്ന ആ സമയത്ത് എക്സാമിന് സമയത്ത് ഉറങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് എന്തായിരിക്കും അർത്ഥം? ഒന്നിക്കൽ അത് മുഴുവൻ പഠിച്ചു കഴിഞ്ഞു, ഇനിയൊന്നും എഴുതാനില്ല, അല്ലെങ്കിൽ ആ കുട്ടി പറയും എനിക്ക് നടക്കത്തില്ലെന്ന് പറയും, അല്ലേ? അല്ലാത്ത എല്ലാവരും എക്സാമിന് മുമ്പ് ഇരുന്ന് പഠിക്കും. അതേപോലെയാണ് നമ്മുടെ ഏതൊരു കാര്യവും പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിനത്രയും തീവ്രത കൊടുത്ത് ചെയ്താൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുക. അപ്പൊ തീവ്രത എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മനസ്സിൽ അത് അന്തർലീനമായിരിക്കണം. ഒരു ഫിൽട്രേഷനും ഇല്ലാതെ എന്തുകൊണ്ട് ഇത് പറ്റിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു എക്സ്പ്ലനേഷൻ പറയാനുണ്ടെങ്കിൽ അത് ആണ് നിങ്ങളുടെ ഫിൽട്ടർ. എന്തുകൊണ്ട് പറ്റിയില്ല? ചിലപ്പോൾ നമുക്ക് ഒറ്റ മറുപടി, എനിക്ക് പറ്റിയില്ല, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്താ അധികം പറയുക? അത് ആ കാരണമായിരുന്നു, ഈ കാരണമായിരുന്നു, അങ്ങനെയായിരുന്നു, അവർ ഇങ്ങോട്ട് പോയത്, കറണ്ട് ഇല്ലായിരുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. ഇങ്ങനെ കണ്ടുപിടിക്കുന്നതിനെയാണ് മനസ്സിന്റെ ആ തീവ്രത ഇല്ലായ്മ എന്ന് പറയുന്നത്. തീവ്രം ഉണ്ടെങ്കിൽ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല. ഞാൻ പലപ്പോഴും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ലേറ്റ് ആകുമ്പോൾ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പറഞ്ഞു ഞാൻ ഉറങ്ങിപ്പോയി, കഴിഞ്ഞു. അവിടെ ഒറ്റ വാക്കിൽ തീർന്നു, ഒരു എക്സ്പ്ലനേഷനും ഇല്ല. കാരണം എന്താ? ഉറങ്ങി, സത്യമാണ്. ഇത് പറയാൻ നമുക്ക് പറ്റുന്ന രീതി, അത് മനസ്സിന്റെ തലത്തിന്റെ മാറ്റാണ്. അതിനെയാണ് ഞാൻ പറയുന്നത്, മനസ്സിന്റെ ആ ആവർത്തിയിലേക്ക്, വൈബ്രേഷനിലേക്ക് നമുക്ക് എത്തണം. എങ്കിൽ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ
നമുക്ക് എത്തേണ്ട പോലെ നമ്മുടെ ലൈഫിനെ നമുക്ക് എത്തിക്കാൻ സാധിക്കാം. മറ്റതെല്ലാം വെറും എക്സ്ക്യൂസസ് മാത്രമായിട്ട് ജീവിതം. നിങ്ങൾ പലരും ഇപ്പൊ ക്ലാസ്സിൽ ഞാൻ കയറിയോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞ എക്സ്ക്യൂസ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എക്സ്ക്യൂസ് മാത്രമാണ്, ഇതല്ല യാഥാർത്ഥ്യം എന്നത്. അപ്പൊ അതിനെപ്പറ്റിയല്ല ഞാൻ പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ ഫിൽട്ടർ, എന്താണ് നമ്മൾ ഫിൽട്ടർ ചെയ്ത് നിർത്തുന്നത് എന്ന് മനസ്സിലാക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് 3 തരം മനസ്സുകളാണുള്ളത്. ഒന്ന് ബോധ മനസ്സ്, ഒന്ന് അബോധ മനസ്സ്, ഒന്ന് ഉപബോധ മനസ്സ്, അല്ലെ? ജേർണി ടു ഹാപ്പിനെസ്സിൽ നിങ്ങൾ പഠിച്ചതാണ്. ഇതിനകത്ത് നമ്മുടെ ട്യൂണിയർ മൈൻഡ് സെറ്റിലും ജേർണി ടു ഹാപ്പിനെസ്സിലും ഒക്കെ പഠിപ്പിച്ചതാണ്, അല്ലെങ്കിൽ മനസ്സിൽ പുസ്തകത്തിൽ പറഞ്ഞുള്ളതാണ്. എല്ലാവർക്കും അത് 3 തരം മനസ്സുകളാണ്. 4 തരം ഉണ്ട്, ഇപ്പൊ 3 മാത്രമാണ് കോമൺ ആയിട്ട് സൈക്കോളജിക്കലിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ 95% സബ് കോൺഷ്യസ് മൈൻഡ് ആണ്. 92% സംതിങ് ആണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നു. ബാക്കി 5%-ൽ 2% അബോധ മനസ്സാണ്, 3% ആണ് ബോധ മനസ്സ് എന്ന് പറയുന്നത്. എനിവേ ആ പെർസെൻറ്റേജ് നിങ്ങൾ നോക്കണ്ട, അതൊക്കെ മറ്റൊരു രൂപത്തിൽ, അതൊന്നും വലിയ വിഷയമില്ല. അപ്പോ നമ്മളുടെ ഫിൽട്ടറേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു കാര്യം ജസ്റ്റ് ആലോചിച്ച് നോക്ക്. നിങ്ങൾ നല്ല ഉറക്കത്തിലാണ്, ശരീരമൊക്കെ നല്ല ശ്വാസോച്ഛ്വാസമൊക്കെ നടക്കുന്നുണ്ട്, നല്ല ഉറക്കത്തിലാണ്. അപ്പൊ നിങ്ങളോട്, അല്ലെങ്കിൽ ഒരു മയക്കത്തിലാണ്, നിങ്ങളോട് ഒരാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ 2 ദിവസമായി എന്ന് കരുതി. നിങ്ങൾ ആരോടോ വാശി പിടിച്ചിട്ട്, കള്ളം പിടിച്ചിട്ട്, വാശി പിടിച്ചിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കണം. അങ്ങനെ സംഭവിക്കില്ല, എന്നാലും ഞാനൊരു ഹൈപ്പോത്തറ്റിക്കലായി പറയാണ്, അങ്ങനെ സംഭവിക്കാൻ യാതൊരു സാധ്യതയില്ല. എങ്കിലും ചോദിക്കുകയാണ്, നിങ്ങൾ അങ്ങനെ ഉറങ്ങിയിരിക്കുന്ന സമയത്ത് ഒരാൾ വിളിച്ചു ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ ആരോടാണോ ദേഷ്യപ്പെട്ടത് അയാൾ തന്നെ വിളിച്ചത്, ഹലോ ഭക്ഷണം കഴിക്കാൻ വരുന്നോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? മയക്കത്തിൽ വേണ്ട എന്ന് പറയോ, മിണ്ടാതെ അങ്ങ് എഴുന്നേക്കോ, അല്ലെങ്കിൽ ഒന്നിക്കിൽ എഴുന്നേക്കും, അല്ലെങ്കിൽ മിണ്ടാതെ വീണ്ടും ഉറങ്ങും? എന്താണ് പൊതുവെ ചെയ്യാം? പൊതുവേ നമ്മൾ വേണ്ട എന്ന് പറയാനുള്ള സാവകാശം അവിടെ ഉണ്ടാവില്ല. കാരണം അവിടെ നിങ്ങൾ അവരോട് വാശി പിടിച്ചിട്ടുള്ളത് ബോധ മനസ്സിലാണ്. ബോധ മനസ്സിൽ വാശി പിടിക്കുമ്പോൾ നിങ്ങൾ മയക്കത്തിലാണെങ്കിൽ ബോധ മനസ്സ് അവിടെ ഇല്ല. അവിടെ അബോധ മനസ്സും ഉപബോധ മനസ്സും മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒന്നിക്കൽ നിങ്ങൾ ഒന്നും അറിയാത്ത പോലെ കിടക്കും, മറ്റൊന്നല്ലെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാനായിട്ട് പോകും. അപ്പോൾ ഉപബോധ മനസ്സാണ് അവിടെ വർക്ക് ചെയ്യുക. അത് ഞാൻ വളരെ ലളിതമായിട്ട് ഉദാഹരണം പറഞ്ഞതാണ്. ഇത് പലപ്പോഴും നിങ്ങൾക്ക് ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നോക്കാവുന്ന കാര്യമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങൾ ഏതെങ്കിലും ഒരു സംഭവത്തെ ഫിൽട്ടർ ചെയ്യുന്നു, അല്ലെങ്കിൽ എക്സ്ക്യൂസസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ പെർഫെക്ഷന് വേണ്ടി കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ മാറ്റി വെക്കുന്നു എന്നുള്ളത് ബോധ മനസ്സിന്റെ പ്രത്യേകതയാണ്. അത് ബോധമുള്ളത്തോട് മാത്രമേ ചെയ്യുള്ളൂ. കോൺഷ്യസ് ആയിരിക്കുമ്പോൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ബോധത്തിലൂടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ പോവില്ല, ഇത് ചെയ്യില്ല, അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, അതെന്തുകൊണ്ട് അങ്ങനെയായി, ഇങ്ങനെയായി, അതിലൊന്നും രക്ഷയില്ല, അതൊക്കെ അങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന് പറയുന്ന എക്സ്പൈസഡ് എക്സ്ക്യൂസസ് ഉണ്ടല്ലോ, ഇതെല്ലാം ബോധത്തിന്റെ സൃഷ്ടിയാണ്. ഇതൊന്നും ഉപബോധത്തിലില്ല, അല്ലെങ്കിൽ അബോധത്തിലില്ല. ഇവിടെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഒരു ബ്ലോക്കേജുകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ എത്തിപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അത് എത്തിച്ചേരേണ്ടതാണെങ്കിൽ നമ്മുടെ പഴയ ഓർമ്മകളെ, നമ്മുടെ പരാജയ ഭീതികളെ, നമ്മുടെ ഭയങ്ങളെ, നമ്മുടെ കുറ്റബോധങ്ങളെ, നമ്മുടെ അപകർഷതാബോധങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ പശ്ചാത്താപങ്ങളെ ഒക്കെ നമുക്ക് അവിടുന്ന് സർപ്രസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് അതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് മൈൻഡിനെ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കണം. ഇങ്ങനെ മൈൻഡിനെ പ്രോഗ്രാം ചെയ്താൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ ബോധ മനസ്സിലാണ് ഈ പഴയ വികാരങ്ങളൊക്കെ കടന്നു ഉണ്ടായിരിക്കുന്നത്. ഉണ്ടായിരിക്കുന്നില്ല, ആ ബോധ മനസ്സാണ് ഇതിനെ ഫിൽട്ടർ ചെയ്ത് നിർത്തുന്നത്. ആ ബോധ മനസ്സിനെ കടന്ന് അതിനപ്പുറത്തേക്ക് പോയിട്ട് ഇതേ സാധനത്തെ പുറത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം അടിപൊളിയായിട്ട് നടക്കും. ഇതിനു മുമ്പത്തെ പല സെഷനിൽ നമുക്കത് മനസ്സിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ നിങ്ങളോട് പറയാറുള്ളത്, ഹിപ്നോസിസം എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ പ്രാധാന്യം. ഹിപ്നോസിസം പറയുമ്പോൾ നിങ്ങൾ ആരും പേടിക്കൊന്നും വേണ്ട. ബോധം പെടുത്തി നിങ്ങൾ കിടത്തി നിങ്ങളുടെ മനസ്സിൽ എടുക്കുന്ന പ്രക്രിയ അതൊന്നുമല്ല ഹിപ്നോസിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിപ്നോസിസം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ നിങ്ങളുടെ മനസ്സിന്റെ സോഫ്റ്റ്വെയറിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്ന പ്രക്രിയക്കാണ്. അല്ലാതെ ഒന്നുമില്ല, നിങ്ങൾ നിലവിലുള്ള അവസ്ഥയെ ഒന്ന് നിങ്ങളിലേക്ക് വന്നിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പൊ എന്താണ് ഹിപ്നോസിസം എന്നുള്ളത് അറിയണം. പല ടൈപ്പ് ഹിപ്നോസിസ് ഉണ്ട്, അതൊക്കെ ഞാൻ വ്യക്തമായി ക്ലാസ്സിൽ പഠിപ്പിക്കും. എന്തൊക്കെ ടൈപ്പുകൾ ഹിപ്നോസിസ് ഉണ്ട്, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ഹിപ്നോസിസം എന്താണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാം. നമ്മൾ വളരെ ലളിതമായിട്ടുള്ള ഒരു ടെക്നിക്ക് മാത്രമായിട്ടാണ് ഹിപ്നോസിസ് ഉപയോഗിക്കുന്നത്. അപ്പൊ മനസ്സിന്റെ, നിങ്ങളൊന്ന് ആലോചിച്ചു, മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുന്നവരാണ്. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന ചില വാക്കുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്നത്? മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കെല്ലാവരും ഞാൻ സമ്പന്നനാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെപ്പോ നോക്കിയാൽ അവർ പറയുന്നേ ചെയ്യും.
പൂർണ്ണ മെഡിറ്റേഷനിൽ എത്തിയ ഒരാൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് മനസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മനസ്സിനെ നമ്മൾ ആഴത്തിലുള്ള ശാന്താവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അതിനെ ഡീപ്പായിട്ട് കൊണ്ടുപോയി അവിടെ ഫുള്ളായിട്ട് റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉറക്കമുള്ള അവസ്ഥയല്ല, മറിച്ച് നമ്മൾ ജാഗരൂകരായിരിക്കുന്ന ഒരു അവയർനെസ് അവസ്ഥ. ആ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു കഴിഞ്ഞ് അവിടെ ഒരു ബട്ടൺസ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനം അവിടെ സ്ഥാപിച്ചു കിട്ടും. ഈ സ്ഥാപിക്കുന്ന പ്രക്രിയക്കാണ് ഞാൻ ഹിപ്നോസിസം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതായത് നമ്മുടെ ബോധമനസ്സിനെ നിശബ്ദമാക്കി വെക്കുകയും അബോധ മനസ്സിനെ, ഉപബോധ മനസ്സില്ല, അവബോധ മനസ്സിനെ നമ്മൾ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക്. ഇതാണ് നമ്മൾ അവിടെ ഹിപ്നോസിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ നമ്മുടെ ഹിപ്നോസിസം ക്ലാസ്സിൽ പങ്കെടുത്ത പലരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, അതാണ് ആരുടെയാണ്, ഇത് തുറന്ന് റെഡിയായവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ വലിയ മാറ്റങ്ങളുണ്ട്. അവർ പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങളും നമ്മൾ ഓപ്പൺ ഒക്കെ ആക്കിയിട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇന്നൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ചിലർക്ക് ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും. ചിലവർ എപ്പോഴും പറയുന്ന വെച്ചാൽ ഞാൻ എത്ര പരിശ്രമിച്ചു പക്ഷെ എനിക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. സാധാരണക്കാർ പറയുന്ന കാര്യമാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതൊരു വിശ്വാസമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ അതൊരു സത്യമേ അല്ല. കാരണം എന്താ, പരിശ്രമിച്ചാൽ പണം ഉണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടോ? ഒരാളും ഉണ്ടാവില്ല. കാരണം എന്താ, പണിയെടുത്തു കഴിഞ്ഞാൽ കാശ് കിട്ടും എന്നുള്ളത് സത്യമാണ്, ഒരു തർക്കമില്ല. അപ്പൊ ചിലപ്പോ ചെയ്യുന്ന പ്രവൃത്തി ശരിയായിരിക്കില്ല, അല്ലെങ്കിൽ ചെയ്യേണ്ട സമയത്തായിരിക്കില്ല അത് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു വിശ്വാസം നമ്മളിൽ പിടിച്ചു വെച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ചെയ്യേണ്ട സമയത്തെ കാര്യം ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ചെയ്യേണ്ടത് പോലെ ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മളെപ്പോഴും ഇതിനെപ്പറ്റി ഈ വൈബ്രേഷനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഏതാണ്, എന്നെ കൊണ്ടത് പറ്റില്ല കേട്ടോ, ഞാൻ എത്ര ശ്രമിച്ചാലും ഒരു കാര്യമില്ല എന്നുള്ള വൈബ്രേഷൻ നമ്മൾ സൃഷ്ടിക്കുകയും അപ്പോൾ നമ്മളത് തന്നെ ആവർത്തിക്കുകയും. പക്ഷെ ഇവിടെയാണ് ഹിപ്നോസിസത്തിലൂടെ നമ്മൾ കടന്നു ചെന്നിട്ട് ഈ സാധനത്തെ അവിടെ നിന്ന് എടുത്തു മാറ്റി പകരം പണം എളുപ്പത്തിൽ എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നു എന്ന് അവിടെ സ്റ്റാമ്പ് ചെയ്ത് വിശ്വസിപ്പിക്കും. ഹിപ്നോസിസം ചെയ്തവരുണ്ട്, നിങ്ങൾക്ക് അനുഭവം പറയാം. ജീവിതത്തിൽ ആ അന്ന് റീപ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും അവർക്ക് മാറ്റാൻ പറ്റും, അത്രയും സ്വസ്ഥമായിട്ട് മാറ്റാവുന്ന. അപ്പോൾ ജീവിതത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് റീസെറ്റ് ചെയ്യുന്ന ഒരു മെന്റൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് ഹിപ്നോസിസം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എല്ലാവർക്കും കൊണ്ടും പറ്റുന്ന കാര്യമാണ്. വളരെ ലളിതമായിട്ട് നമ്മുടെ ക്ലാസ് അതിനു വേണ്ടി റെഡി ആയിട്ട്, വളരെ ലളിതമായി സോഫ്റ്റ് ആയിട്ടുള്ള ക്ലാസ് ആണ് ഹിപ്നോസിസം എന്ന് പറയുന്നത്. പക്ഷെ ഹിപ്നോസിസം അല്ല നമ്മുടെ ക്ലാസ്, ഹിപ്നോസിസം ലോ ഓഫ് അട്രാക്ഷൻ ആണ്. കാരണം ഈ പ്രക്രിയ സെറ്റ് ചെയ്തുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ, അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ, നിങ്ങളുടെ ലക്ഷ്യങ്ങളെ, നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ വികാരങ്ങളെ യാഥാർത്ഥ്യമാക്കി മാറ്റുക. എന്താണ്, നിങ്ങളുടെ വികാരങ്ങളെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുക. ആ വികാരം നിങ്ങൾ കറക്റ്റായി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ അവിടെ വർക്ക് ചെയ്യാൻ നോക്കും. അല്ലെ, ആകർഷണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്ന് വെച്ചാൽ മറ്റൊന്നുമില്ല, നിങ്ങൾ എവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ ലോ ഓഫ് വൈബ്രേഷൻ, ലോ ഓഫ് അട്രാക്ഷൻസ് ഒക്കെ സെയിം കാര്യങ്ങൾ. നിങ്ങൾ എവിടേക്കാണോ ശ്രദ്ധിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും, യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യം. ഇത് വളരെ ലളിതമാണെങ്കിലും വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രപഞ്ച നിയമമാണ്. നീ ചിന്തിക്കുന്നതും അനുഭവിക്കുന്നതും തന്നെയാണ് നീ ആകർഷിക്കുന്നത് എന്നറിയും. എന്താണോ ഞാൻ ചിന്തിക്കുന്നത്, എന്താണോ ഞാൻ അനുഭവിക്കുന്നത്, എനിക്കില്ല, എനിക്ക് പറ്റില്ല, അത് അവിടെയാണ്, ഇതിവിടെയാണ്, അവർ തരില്ല, ഇരുത്തില്ല എന്നുള്ള ചിന്താഗതികളാണ് നമുക്കുണ്ടെങ്കിൽ, അതാണ് നമ്മൾ അനുഭവിക്കുന്നതെങ്കിൽ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പൊ നേരത്തെ പ്രമോദ് പറഞ്ഞ പോലെ, എങ്ങനെയാണ് പ്രമോദിന് ചെറിയ ചെറിയ ലോട്ടറി അടിക്കുന്നു എന്ന് പറയുന്നത്? എന്താണ്ടാ, നമ്മൾ മുമ്പേ തീരെ ഒരു രീതിയിലും ഇല്ലാതിരുന്ന വൈബ്രേഷനിൽ നിന്നും ചെറിയ രീതിയിലുള്ള വൈബ്രേഷനുകൾ മാറ്റം ഉണ്ടായി തുടങ്ങി എന്നാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് വലിയ ലോട്ടറി അടിക്കുമെന്നല്ല, അടിക്കാതിരിക്കരുതും എന്നല്ല പറയുന്നത്. നമുക്ക് ആ വൈബ്രേഷൻ മാറുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിലുള്ള മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്, നിങ്ങളുടെ വൈബ്രേഷൻ മാറുന്നു എന്ന് മനസ്സിലാക്കാനാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിലുള്ള കഥയാണ്. നിങ്ങൾ പോകുന്ന വഴിക്ക് ഏഞ്ചൽ നമ്പറുകൾ കാണാം. ഏഞ്ചൽ നമ്പറുകൾ കാണുന്നുവെങ്കിൽ, അതായത് 11 കാണുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ശരിയായ പ്രവർത്തനമാണ്. 222 കാണുന്നെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുക. 999 കാണുന്നെങ്കിൽ നിങ്ങൾ എല്ലാത്തിനും ശുഭ സൂചകമാണ്. 889 കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാവും. ഇത് നിങ്ങളെ കാണുന്നത് നിങ്ങൾ പോകുന്ന യാത്ര ശരിയാണ് എന്ന് തെളിയിക്കാനാണ്. ഇതാണ് വൈബ്രേഷൻ മാറുന്നതിന് ഏറ്റവും ലളിതവും ഏറ്റവും പവർഫുള്ളുമായിട്ടുള്ള മെത്തേഡ്.
അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഭയങ്ങൾ ഉണ്ടെങ്കിൽ ഇത് കാണുകയില്ല. ഭയങ്ങൾ, സംശയങ്ങൾ, വിഷാദങ്ങൾ, അല്ലെങ്കിൽ കുറ്റബോധങ്ങൾ, അപകർഷതാബോധം, ഇവയിലാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ കയ്യിലില്ല, എന്റെ പണമില്ല, ബാങ്കിൽ അടക്കണം, അയ്യോ അയ്യോ ലോണാണ്, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ കൂടിക്കൊണ്ടേയിരിക്കും. ഞാൻ വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മൾ എന്താണോ പറയുന്നത് അതാണ് നമുക്ക് സംഭവിക്കുന്നത്. അപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ നിയമത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് ഹിപ്നോസിസത്തിലൂടെ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. ആൽബർട്ട് ഐൻസ്റ്റൈൻ എനിക്ക് പറയുകയുണ്ടായി, എവറിത്തിങ് ഇൻ ലൈഫ് ഈസ് എ വൈബ്രേഷൻ. എല്ലാം ആവർത്തികളാണ്. കാരണം ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടുള്ള ആവർത്തിയിലാണ്. നമ്മൾ മാത്രമല്ല, എല്ലാവരും അത്. ആ വൈബ്രേഷൻ മാറിയാൽ മാത്രമാണ് നമുക്ക് അങ്ങോട്ട് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ ഓരോ ചിന്തകളും ഒരു തരംഗമാണെന്ന് അറിയുക. നമ്മൾ പറയുന്ന ഓരോ ചിന്തകളിൽ നിന്നാണ് വാക്കുകൾ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ഓരോ തരംഗമാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന അതുകൊണ്ട് നിങ്ങൾ പലപ്പോഴും ക്ലാസ്സിൽ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഇതിപ്പോ അത് പറയേണ്ട ആവശ്യം എന്തായിരുന്നു, ഇതാണ് ഇവിടെ പറയേണ്ടത്, ഇതിലൊന്ന് മാറ്റി പറഞ്ഞു. നേരത്തെ എന്താ ഇന്ന് രാവിലെ മെഡിറ്റേഷൻ സമയത്ത് പറഞ്ഞ പോലെ എങ്ങനെയുണ്ട് ചേട്ടൻ എന്ന് ചോദിച്ചപ്പോ കുഴപ്പമൊന്നുമില്ല സാറേ എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ്? യഥാർത്ഥത്തിൽ അർത്ഥം എന്താണ്? സുഖമായിരിക്കുന്നു എന്നാണ്. അത്യാവശ്യം സുഖമുണ്ട്, വലിയ സുഖക്കുറവൊന്നും ഇല്ല എന്നുള്ളത് പറയാനാണ് നമ്മൾ കുഴപ്പമില്ല എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ വാക്ക് എവിടെയാണ് തെറ്റുന്നത്? കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദർ ഇസ് നോ പ്രോബ്ലം എന്നാണോ? അല്ലെ? കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ വീണ്ടും അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് കുഴപ്പത്തെയാണ്. ഇതാണ് നമ്മുടെ വൈബ്രേഷൻ പോകുന്നത് കുഴപ്പത്തിലേക്കായിരിക്കും. സ്വാഭാവികമായിട്ടും ഇങ്ങനെയാണ് ഇതിന്റെ അളവ് സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് ഇപ്പൊ ധനപരമായിട്ടാണോ, ദാമ്പത്യമായിട്ടാണോ, അല്ലെങ്കിൽ ബന്ധങ്ങളിലാണോ, ആരോഗ്യപരമായിട്ടാണോ, ബിസിനസ്സിലാണോ, ജോലിയിലാണോ, അല്ലെങ്കിൽ കുട്ടികളുടെ പഠനത്തിലാണോ, നിങ്ങളുടെ പഠന കാര്യത്തിലാണോ, നിങ്ങളുടെ മറ്റ് വിഷയങ്ങളിലാണോ, എന്ത് XYZ എന്ത് വിഷയങ്ങളോ ആട്ടെ, എല്ലാത്തിനും നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ പരിഹാരമുണ്ട്. പക്ഷെ ഇത് അറിഞ്ഞ് പഠിച്ച് ചെയ്യാൻ തുടങ്ങണമെന്നേ ഉള്ളൂ. നമ്മളൊക്കെ ഇവിടെ കുറെ ടെക്നിക്കുകളൊക്കെ നിങ്ങൾ പറഞ്ഞു തരും. ആ ടെക്നിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കുറേയൊക്കെ ഗുണം കിട്ടും. പക്ഷെ ഈ ടെക്നിക്കുകൾ അപ്പുറത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയാലോ? ജീവിതത്തിന്റെ ഭാഗമായി മാറുമ്പോൾ മാത്രമാണ് ഇതൊക്കെ സംഭവ്യമാകുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നതൊക്കെ സംഭവിക്കും. ഇപ്പൊ നമ്മുടെ കുറെ എക്സാമ്പിൾ ഇതിനകത്ത് പറയണ്ട. അപ്പൊ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഈ രണ്ട് ശക്തികളെയും ഒന്നിച്ചു ചേർത്ത് സംയോജിപ്പിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? എല്ലാവർക്കും അവരുടെ കാര്യങ്ങൾ നേടാൻ സാധിക്കും. അത് ഒന്ന് ഓപ്പൺ ആയിട്ട് അത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തെടുത്താൽ മാത്രം മതി. എല്ലാവരെ കൊണ്ടും പറ്റും. ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. അപ്പൊ ഹിപ്നോസിസ് നിങ്ങളുടെ മനസ്സിനെ ആഴത്തിലേക്ക് കൊണ്ടുപോയി പഴയ പ്രോഗ്രാമുകൾ മാറ്റുകയും ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് നിങ്ങൾ പുതിയതായി പ്രോഗ്രാം ചെയ്ത് പോസിറ്റീവ് വിശ്വാസത്തെ അനുസരിച്ച് പ്രപഞ്ചത്തെ നിങ്ങൾക്ക് അനുകൂലമാക്കി ആകർഷിച്ചെടുക്കാൻ സാധിക്കും. ഇന്ന് ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലോക്കായി കിടക്കുന്ന ഒരു വിചാരത്തെ ഉണർത്തിക്കൊണ്ട് ശരിയായ പാതയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾ ചിന്തിക്കുന്നതും അനുഭവിക്കുന്നതും കാണുന്നതും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് എന്നറിയുക. അതായത് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിനെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ, നിങ്ങൾ എന്ത് അനുഭവിക്കുന്നുവോ, നിങ്ങൾ എന്ത് കാണുന്നുവോ, വിഷ്വലൈസേഷൻ എന്ന് പറയുന്നപ്പോഴാണ് നിങ്ങൾക്ക് അത് സംഭവം. അപ്പോ ഞാനിപ്പോൾ നിങ്ങൾ ഇത്രയും പറഞ്ഞത് ഒരു നിങ്ങൾക്ക് ഇതിനെ പ്രയോജനമാക്കി മാറ്റാനുള്ള കാര്യങ്ങളാണ്. നിങ്ങളിത് മനസ്സിലാക്കിക്കൊണ്ട് പ്രയോജനമാക്കി മാറ്റാനുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ജീവിതത്തിൽ തടസ്സങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇതിലൊക്കെയാണ് ബിസിനസ്സിൽ വളർച്ചയില്ല, നല്ല ജോലിയോ നല്ല ജോലി ഇല്ല, അല്ലെങ്കിൽ പണത്തിന്റെ ഒഴുക്കില്ല. ഒരു പണിയെടുക്കാതെ പണത്തിനെ പറ്റി സംസാരിക്കുന്നവരോടല്ല ഞാൻ പറഞ്ഞത്. അതിന് എന്റെ മറുപടികളൊന്നുമില്ല. പണിയെടുത്തിട്ടും പൈസ കിട്ടുന്നു, പക്ഷെ ഇതെങ്ങോട്ട് പോകുന്നു എന്നറിയില്ല. അല്ലെങ്കിൽ ജോലിയുണ്ട്, ശമ്പളമില്ല, ശമ്പളമുണ്ട്, നല്ല ജോലിയില്ല. ശമ്പളമുണ്ട്, ജോലി ഉണ്ട്, പിന്നെ പ്രശ്നമില്ല, കുഴപ്പമില്ല. പറഞ്ഞപ്പോ ഒന്നും അറിയുന്നേ ഉള്ളൂ. നമുക്ക് ശമ്പളം ഉണ്ടായാൽ മതിയല്ലോ, ജോലി വേണമെന്നില്ല. അപ്പോ ബന്ധങ്ങളിൽ വളരെ ഇനി വരുന്നുണ്ട്. നമ്മളെ ഉടനെ തുടങ്ങുന്നുണ്ട്. നിങ്ങൾ താല്പര്യമുള്ള ഇപ്പൊ നാളെ മറ്റേ അനൗൺസ് ചെയ്യും നമ്മൾ കോഴ്സ്. നമ്മുടെ റിലേഷൻഷിപ്പ് മാസ്റ്റർ ക്ലാസ് നവംബർ 1 തന്നെ നമ്മൾ തുടങ്ങും. അല്ലെ, നവംബർ അല്ലെ, ഇത് നവംബർ അല്ലേ? നവംബർ 1 തുടങ്ങും. നിങ്ങൾക്ക് ബന്ധങ്ങളിൽ വിഷയങ്ങളെ കൂടുതൽ നന്നാക്കി എടുക്കാൻ ആഗ്രഹമുള്ളവർ ജോയിൻ ചെയ്തോളൂ. 21 ദിവസത്തെ ക്ലാസ് തുടങ്ങുന്നുണ്ട്. പിന്നെ ഞാൻ പറയാം, ബന്ധങ്ങളിലെ അകലങ്ങളും
വിഷമങ്ങളും ഒക്കെ ഉള്ളവർക്ക് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷനിലൂടെ കാര്യമാക്കാൻ പറ്റും. ആരോഗ്യം നന്നാക്കിയെടുക്കണോ? സാധ്യതയുണ്ട്. ആരോഗ്യത്തിന് യഥാർത്ഥ വിഷയം എന്താണ്? അല്ലെ, ഒരു യോഗിയുടെ ആത്മകഥയില് അദ്ദേഹം പറയുന്ന, യോഗാനന്ദൻ പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്, അതൊന്ന് വായിച്ചു നോക്കണം. അദ്ദേഹത്തിന് എപ്പോഴും അസുഖം ഉണ്ടായിരുന്നു, ചെറുപ്രായത്തിൽ എപ്പോഴും. ഞാനൊക്കെ അതിൽ പെട്ട ഒരാളാണ്. ചെറുപ്പകാലത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ. ഇന്ന് അസുഖങ്ങളൊന്നും നമ്മളിൽ ഇല്ല എന്നത് വേറൊന്നുമല്ല, ഒറ്റൊന്നും മാറിയിട്ടില്ല, നമ്മുടെ ചിന്താഗതികളാണ് മാറുന്നത്. ചിന്താഗതികൾ മാറുമ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് വയ്യ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അതൊക്കെ ബ്ലോക്കേജുകളാണ്. ഇതൊന്നും ഓപ്പൺ ആക്കിയാൽ ആരോഗ്യത്തിന് വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. ഇല്ലേ, നമുക്കിവിടെ ഒരുപാട് ഉദാഹരണം. ശാന്തമ്മയൊക്കെ പല വിഷയങ്ങളിലും കടന്നു വന്ന ശാന്തമ്മയൊക്കെ പൂർണ്ണ ആരോഗ്യതയാണ് ഇപ്പോൾ. എന്തുകൊണ്ടാ? അവരൊന്നും ചെയ്തിട്ടില്ല, ഒരു മെഡിസിൻസ് ഉപയോഗിച്ചിട്ടില്ല. ആത്മവിശ്വാസത്തിന്റെ ആ ബ്ലോക്കേജിനെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്തത് മാത്രമാണ്. അപ്പൊ ആത്മവിശ്വാസം കൂട്ടുന്നവർക്കും തീരെ കുറഞ്ഞവർക്കൊക്കെ, ഒന്നുകൂടി പറയാം, ബിസിനസ്സിൽ വളർച്ചയില്ല എന്ന് പറഞ്ഞ് ബ്ലോക്കായി കിടക്കുന്നവർക്ക്, നല്ല ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, പണത്തിന്റെ ഒഴുക്ക് ശരിയായ രീതിയിൽ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ബന്ധങ്ങളിൽ അകലങ്ങളും മറ്റും ഉള്ളവർക്ക്, അതുപോലെ തന്നെ ആരോഗ്യ വിഷയങ്ങളിൽ അലട്ടുന്നവർക്ക്, ആത്മവിശ്വാസം തീരെ കുറഞ്ഞവർക്കൊക്കെ ഈ കോഴ്സ് കൊണ്ട് വലിയ ഗുണമുണ്ടാക്കാൻ സാധിക്കും. ഇത് നിങ്ങളെ നിങ്ങളുടെ യഥാർത്ഥ ബോധത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോ ഒരു സ്ഥിരമായ മാറ്റത്തിന്, ടെമ്പററി ആയിട്ടുള്ള സ്ഥിരമായ മാറ്റത്തിന് നിങ്ങൾ റെഡിയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട 5 കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ അവബോധം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ആഴത്തിൽ മനസ്സിലാക്കണം. നിങ്ങളുടെ ഉപബോധ മനസ്സ് എന്താണ് ചെയ്യുന്നത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അത് ഹിപ്നോസിസം വഴി മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഹിപ്നോസിസത്തിലൂടെ നെഗറ്റീവായ വിശ്വാസങ്ങളെ നീക്കം ചെയ്യാൻ പഠിക്കണം. അപ്പൊ എന്തൊക്കെയാണ് എൻ്റെ നെഗറ്റീവായ വിശ്വാസങ്ങൾ എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ഞാനിവിടെ ആ കോഴ്സ് എടുക്കുമ്പോൾ ഞാൻ ഡയറക്റ്റ് നിങ്ങളെ 1 to 1 എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെ നെഗറ്റീവായിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതിനെ എടുത്തിട്ട് കളയാൻ പറ്റും. അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ, അഫർമേഷൻ കൊണ്ടൊക്കെ മനസ്സിൽ എങ്ങനെയാണ് മാറ്റം ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഫ്രീക്വൻസി ഉയർത്തുന്നതെന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കും. മാനിഫെസ്റ്റേഷൻ, മെഡിറ്റേഷൻ ഒക്കെ അതിന്റെ നമ്മൾ ചെയ്യുന്നുണ്ട്. മെഡിറ്റേഷൻ നിങ്ങൾ എപ്പോഴും ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ ചിന്തകളും വികാരങ്ങളും ഒക്കെ മാറ്റാം. ഇന്നൊരമ്മ പറയുകയുണ്ടായി, ഞാൻ സാറിന്റെ മെഡിറ്റേഷൻ രാവിലെ ചെയ്യുമ്പോൾ എൻ്റെ മക്കള് പഠിച്ച് നല്ല ഉന്നത വിജയത്തിലെത്തുന്നത് ഇങ്ങനെ കാണാറുണ്ട്. സാറ് മെഡിറ്റേഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, പക്ഷെ ഞാൻ കാണുന്നത് മുഴുവൻ എൻ്റെ മക്കള് പഠിച്ച് ഉന്നത നിലയിൽ എത്തുന്നതും അവിടെ അവരുടെ നല്ല കളിയും ചിരിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണുന്നതെന്ന് മെഡിറ്റേഷൻ സമയത്ത് എന്ന് പറയേണ്ടത്. ഇത് മാനിഫെസ്റ്റേഷന്റെ പ്രക്രിയയാണ് മെഡിറ്റേഷൻ. നമ്മുടെ ഹാപ്പിനെസ് മെഡിറ്റേഷനൊക്കെ അങ്ങനെയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ എനർജി നിങ്ങൾക്ക് എല്ലാവരും പഠിച്ചാണ്, എനർജി ക്ലീനിങ് ടെക്നിക്സ് നിങ്ങൾ എല്ലാവരും പഠിച്ചാണ്. അതിലൂടെ നമ്മൾ പഴയ വേദനകളും ഭയങ്ങളൊക്കെ വിട്ടുകൊടുക്കാൻ സാധിക്കണം എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത് വളരെയധികം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ജീവിതത്തെ പഴയതിൽ നിന്ന് മാറ്റണമോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നിങ്ങളത് ചെയ്യേണ്ടത്. ഒന്നും വെറുതെ ചെയ്തുകൊണ്ട് കാര്യമില്ല. എവിടെയാണ് മാറ്റം ഉണ്ടാവേണ്ടതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ കേട്ടത് വെറും മോട്ടിവേഷൻ ആയിട്ടുള്ള സംസാരമൊന്നുമല്ല, നിങ്ങളുടെ ജീവിതത്തെ മാറ്റാനുള്ള ഒരു അവസരത്തെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വൺ ടൈമിനല്ല, നിങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്ക് മാറ്റപ്പെടുത്താൻ പറ്റും. എപ്പോഴാ ചിന്ത വരുന്നു, ഓൺ ദ സ്പോട്ട് നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വയം മാറ്റാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ മാറ്റം ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് എന്താ പറയാ, അതിന് നിത്യം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡായിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ക്ലാസ് നമ്മളുണ്ട്. അത് ഉടനെ തന്നെ അടുത്ത ബാച്ച് നമ്മൾ അടുത്ത ദിവസം തന്നെ തുടങ്ങും. താല്പര്യമുള്ളവർ, ആവശ്യമുള്ളവർ, ഞാൻ വീണ്ടും പറയുന്നു, ആവശ്യമുള്ളവർ, വെറുതെ കയറി ചെന്നിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല സാറേ, ഹിപ്നോസിസ് എന്തായുണ്ട്, എനിക്കൊന്നുമില്ല സാറേ എന്ന് പറഞ്ഞ് വന്നേക്കരുത്. യഥാർത്ഥത്തിൽ എന്തെങ്കിലും ആവശ്യമുള്ളവർ ജോയിൻ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കുക, എന്നിട്ട് പഠിക്കുക. മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് പറ്റുമെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നു. കാരണം ഇതെല്ലാം ഞാനിപ്പോൾ പറഞ്ഞതൊക്കെയും ഞാൻ കോഴ്സിനെ പറ്റി അല്ല പറഞ്ഞത്, ഇതൊക്കെയാണ് നിങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ ജീവിതം മാറ്റിമറിക്കണമെങ്കിൽ വെറുതെ ഇരുന്നാൽ നടക്കില്ല. അതിന് ചില കാര്യങ്ങൾ ഉപയോഗിക്കാൻ തന്നെ വേണം, ടെക്നിക്ക് ഉപയോഗിക്കാൻ. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് പലരുടെയും എളുപ്പത്തിൽ പറയാൻ പറ്റും. നിങ്ങൾ ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളൊന്നും ദിവസം പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടായത്, എങ്ങനെയാ മാറ്റം ഉണ്ടായത്? ഇത് കേട്ടത് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുമോ? ഒറ്റ വാക്ക് നിങ്ങൾ നിത്യവും പറഞ്ഞു നിങ്ങൾ ആ ഒരു വിശ്വാസത്തിൽ എത്തുകയാണ് ചെയ്തത്, അല്ലെ? അത് ഞാൻ പറയുന്നത് മാത്രം കേട്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ ആവാൻ പറ്റുമോ? അപ്പൊ ഏതൊരു കാര്യത്തെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കേൾവി കൊണ്ട് മാത്രം മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. അത് അകത്ത് നിന്ന് പുറത്തോട്ട് വരണം. നമ്മൾ പുറത്തുനിന്ന് കൊടുക്കില്ല, അകത്തുനിന്ന് പുറത്തോട്ട് വരണം.
അതിനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇത് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷനിലൂടെ പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അഡ്മിനെ വിളിക്കാം, നിങ്ങൾക്ക് കോഴ്സുകൾ ജോയിൻ ചെയ്യാം. അതുപോലെ ഇപ്പോൾ പറഞ്ഞതിനകത്ത് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, നമുക്ക് മറുപടി പറയാം. താങ്ക് യു വെരി മച്ച്. നമുക്ക് അവിടെ മറ്റേ ക്ലാസ്സിന് സമയമായി. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.